ഹേ ഗായ്സ്, എല്ലാവർക്കും വണക്കം. ഇപ്പോൾ നിൽക്കുന്നത് വിജയവാഡ സ്റ്റേഷനില്ല. വിജയവാഡ സ്റ്റേഷനിൽ എൻ്റെ പുതിയ വ്ളോഗ് തുടങ്ങുക. സോ ഇവിടെ നിന്ന് എവിടെ പോകണമെന്ന് ഒരു പിടിയില്ല. നോക്കട്ടെ, ഇതാണ് വിജയവാഡ സ്റ്റേഷൻ. ഒരു വലിയ സ്റ്റേഷനാണ്. ഏകദേശം 10 പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തുണ്ട്. 10 പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തുണ്ട്. ഇച്ചിരി വലിയ സ്റ്റേഷനാണ്. നമ്മുടെ ട്രിവാൻഡ്രത്തെക്കാട്ടിലും വലുതാണ്. ട്രിവാൻഡ്രത്തിൽ 5 പ്ലാറ്റ്ഫോം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ 10 ഉണ്ട് ഇവിടെ. സോ ഇന്നലെയൊക്കെ ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്തായിരുന്നത്. അതൊക്കെ വലിയ കഥ. ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, നല്ല രീതിയിൽ മനസ്സിലാവും. എൻ്റെ ക്യാമറ GoPro പോയി, പിന്നെ എല്ലാം നശിപ്പിച്ച് പോയി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുക. പൂരി ശേഷം അവിടെയാണ് ഉള്ളത്. വിശാഖപട്ടണത്തിൽ നമ്മളുടെ വിജയവാഡ സ്റ്റേഷൻ. അവിടെ നിന്ന് ഓപ്പോസിറ്റിൽ കുറച്ച് ദൂരം വന്ന ഒരു ചെറിയ കടയുണ്ട്. ഈ കടയിൽ നിന്ന് കഴിക്കാൻ പോവുക പൂരി. ഇവിടെ ഭയ്യന്മാരൊക്കെ ചാടി ഇറങ്ങി ട്രെയിനിൽ നോക്കിക്കൊണ്ടിരുന്നത്. ഈ 2 ആൾക്കാർ ചാടി ഇറങ്ങിയതാ. ഇവിടെ ഞാൻ കണ്ട കാഴ്ചയാണ്. ഇവിടെ ബോക്സ് ആയിട്ട് ഫുള്ളായിട്ട് തക്കാളി അടുക്കി വെച്ചിട്ടുണ്ട്. തക്കാളിയല്ല, ടൊമാറ്റോ. ഹോൾസെയിൽ ബിസിനസ്സാണെന്ന് തോന്നുന്നത് ഇവിടെ. അവിടെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് എല്ലാ സ്ഥലവും. കളർഫുള്ളായിട്ട് വാൾ ആർട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തോ കടയാണെന്ന് തോന്നുന്നത്. എല്ലാം ക്ലോസ് ആയിരിക്കുക. സമയം ഇപ്പോൾ 8:30 തന്നെ ആവുന്നുണ്ട്. 8:30. ഇപ്പോൾ ഒരു കടയും തുറക്കുന്നില്ല. ചെറിയ കട. പിന്നെ സ്കൂൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട്. ഓഫീസുള്ള ആൾക്കാരൊക്കെ ഓഫീസിൽ പോകുന്നുണ്ട്. From Andhra Pradesh? Yeah, from here on. Okay, Vijayawada, nice. So I know a little bit Tamil, Malayalam, Kannada. Okay, that's better. From my brother side, I learned Tamil. Okay. From my friend side, I learned Malayalam. Okay. From my office side, I learned Kannada. That's better. ഹൈവേയിൽ പകുതിയിലൂടെ ഡ്രോപ്പ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. നോക്കാം. Name Joy, right? Joe. Okay. Nice to meet you. So അങ്ങനെ ഒരു നല്ല പുള്ളിയെ കിട്ടിയായിരുന്നു. ആ പുള്ളി കുറേ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. വിജയവാഡ സിറ്റീൻ്റെ കുറേ കാര്യമൊക്കെ പറഞ്ഞു തന്നായിരുന്നു. ഓൾഡസ്റ്റ് ചർച്ച്, പിന്നെ ഇവിടെ എന്തോ ഹിന്ദു ഫെസ്റ്റിവൽ എന്തോ നടക്കുന്നുണ്ട്, അതിൻ്റെ കാര്യം ഒക്കെ പറഞ്ഞു തന്നായിരുന്നു. സോ സ്ട്രൈറ്റായിട്ട് ഒരു 100 meters പോയാൽ ബൈപ്പാസ് ഉണ്ടെന്ന് പറഞ്ഞ്. സോ ആ ബൈപ്പാസിൽ വണ്ടി കിട്ടിയാൽ കൊള്ളാം. അവിടെ നിന്ന് ലിഫ്റ്റ് അടിക്കാൻ പോവുക. ലെറ്റ്സ് ഗോ. സോ ഹൈവേൻ്റെ അടുത്ത് ഒരു സ്മാർട്ട് ബസാർ കണ്ടായിരുന്നു. എൻ്റെ ലക്കിനെ കറക്റ്റായിട്ട് ഹൈവേൻ്റെ അടുത്ത് കിട്ടി. സോ അവിടെ കയറി പ്രോഡക്റ്റ്സ് മേടിക്കാൻ പോവുക. വേറെ can you keep my bag? दोनों बैग में इसमें इधर नीचे കിലോ എല്ലാ ബാഗും കിലോ തന്നെ വയ്ക്കണമെന്ന്. ഹ്യൂമാൻ്റെ സ്റ്റാഫിൻ്റെ എന്തോ ബാഗ് വയ്ക്കാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നത്.
സമ വെയിറ്റ്. സേഫ് സേഫ്. ഓക്കെ. ഇവിടെ നിന്ന് ക്ലോറക്സ് മേടിച്ചിട്ട് ചെക്കിങ് ചെയ്യണം. ഏതോ ഒരു സൈറ്റിൽ വന്നിരിക്കുകയാണ്. എവിടെ നിന്ന് ഒരു പിടിയില്ല. വീട്ടിൽ കണ്ട് ചേട്ടൻ എന്തോ കളക്ഷൻ ഏജൻറ്റിനാണ് പറഞ്ഞത് എന്നോട്. സോ ആ ചേട്ടൻ കളക്ഷൻ എന്തോ ചെയ്യാൻ വേണ്ടി ഒരു വീട്ടിൽ വന്നിരിക്കുക. സോ അത് കഴിഞ്ഞിട്ട് കൊണ്ടാക്കാനാണ് പറഞ്ഞ് ഹൈവേയിൽ. അങ്ങോട്ട് ഹൈവേയിൽ തന്നെ പോകുന്നുണ്ട്. സോ അങ്ങോട്ട് കൊണ്ടാക്കാം അങ്ങനെ പറഞ്ഞ്. സോ ആ ചേട്ടൻ്റെ ഇവിടെ തിരിച്ച് വന്നത് ഇവിടെ വണ്ടീൻ്റെ സൈലൻസറിൽ വരെ കാലും പൊള്ളി. എവിടെയോ പട്ടായിരുന്നു. ഓക്കെ, ബാഗാണ് സമ വെയിറ്റ്, ഹെവി. ഇപ്പം ലിഫ്റ്റിൽ എന്താ ചേട്ടൻ ഹനുമാൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഇറക്കിയിട്ടിട്ട് അവിളി പോയായിരുന്നു ഹനുമാൻ ജംഗ്ഷനിലോട്ട്. സോ ഇനി ഇവിടെ വേറെ വണ്ടി കിട്ടുമായി നോക്കണം. ഭയങ്കര പാടാ വണ്ടിക്കാരനൊക്കെ നിർത്താൻ വേണ്ടി. ഒരു മരം കൂടെ ഇല്ല എനിക്ക് നിൽക്കാൻ വേണ്ടി. നോക്കട്ടെ വേറെ വണ്ടി എന്തെങ്കിലും കിട്ടും. ആരും നിർത്തുന്നില്ല. ഇവിടെ എൻ്റെ ഹൈവേയിൽ നിന്ന് നോക്കിയാൽ അടിപൊളി വ്യൂ ആണ്. ഫുള്ളായിട്ട് ഫീൽഡ് വയൽവെളിയാണ്. എല്ലാം ഹാർവെസ്റ്റ് ചെയ്ത് ഇട്ടിരിക്കുക. എല്ലാം ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹാർവെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം ഇവിടെ മൊത്തമായിട്ട് തീയിട്ട് കത്തിക്കാം. വിശാഖപട്ടണം
വൈസാഖ് പോകുന്നില്ല, വേറെ എവിടെയോ സ്ഥലത്താണ് പോകുന്നത്. ബട്ട് പോകുന്നവരെ ആക്കാന്ന് പറഞ്ഞു. വീഡിയോ ഈ ചേട്ടനാണ്. സോ ദാറിയിൽ കുറച്ച് ദൂരം തന്നെ കിട്ടി ലിഫ്റ്റ്. അറൗണ്ട് ഒരു 2 to 3 കിലോമീറ്റർ അത്ര ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. വേറെ വണ്ടിക്കപ്പുറം എനിക്ക് വരുന്നുണ്ട്, നിർത്തുമെന്ന് അറിയില്ല. ക്യാമറ കണ്ടു കാണാൻ അറിയത്തില്ല. അയാൾ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നെ. ഇല്ല, കുറച്ചുകൂടെ നമുക്ക് പോയി നോക്കാം. നിർത്തി, വണ്ടി നിർത്തി. കിട്ടിയ भैया वैशाख जा रहे हैं, वैशाख जा रहे हैं. एक मिनट आया हाँ नहीं सर तमिलनाडु से സോ കിട്ടി. വണ്ടിയിൽ കയറി. ഈ ചെറിയ ഡോറായ കൊണ്ട് ഡോറൊന്ന് ഇച്ചിരി ചെറുതാണ്. സോ അതുകൊണ്ട് കയറാനും പാടായിരുന്നു. എൻ്റെ ബാഗും ഇച്ചിരി വെയിറ്റ് ഉണ്ട്, കൈയൊക്കെ മുറിഞ്ഞെന്ന് തോന്നുന്നത്. ചേട്ടനും 10 രൂപ വരെ 5 കിലോമീറ്റർ 4 to 5 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്. സോ അടുത്തൊരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. പറകിൽ കയറിയിരിക്കുക വണ്ടീൻ്റെ ബാക്കിൽ. വണ്ടീൻ്റെ ഓണർ ഇതാണ്. ഈ ചേട്ടനും ലോങ് ഡിസ്റ്റൻസ് പോകുന്നില്ല, ജസ്റ്റ് 10 കിലോമീറ്റേഴ്സ് മാത്രമേ പോകുന്നുള്ളൂ. സോ തിരിച്ചെന്തെങ്കിലും വണ്ടി കിട്ടണം. ഇതേയാണെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റായിട്ട് വൈസാഖ് പോകുന്ന വണ്ടി കിട്ടിയാൽ ഒരു പ്രോബ്ലമും വരത്തില്ല. കയറി ഇരുന്നാൽ മാത്രം മതി, പോയിക്കോളും. നോക്കാം. லிஃப்ட் கேட்குறேன். ஹைவே எல்லாரும் இங்கே பக்கமாக தான் சொல்கிறான். എന്ത് ചെയ്യാതാ. വേസ്റ്റ് ഹൈവേ. ഇവിടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോകുന്നുണ്ട് ലോങ് ആയിട്ട്. ചേച്ചി നിർത്തിയില്ല. ट्रैवलिंग घूमने के लिए ठीक है कोई प्रॉब्लम नहीं. ठीक है, बहुत धन्यवाद, താങ്ക് യു. അങ്ങനെ ആ ചേട്ടനെ കുറച്ച് ദൂരം ആക്കിയിട്ടുണ്ട്. ആരും ലിഫ്റ്റ് തന്നില്ല. അതിൽ ഈ ചേട്ടൻ തന്നത് കുറച്ച് ബെറ്ററായി പോയി. ഇനിയും കുറേ ദൂരം പോകണ്ടല്ലേ. സോ ഫൈനലായിട്ട് ഒരു ചേട്ടൻ ഹെൽപ്പ് ചെയ്യാനേ പറഞ്ഞു. ആ ചേട്ടൻ്റെ വില ഒരു 5 മിനിറ്റ്സ് തീരും. ആ തീർന്ന ശേഷം ഹെൽപ്പ് ചെയ്യാനേ പറഞ്ഞു, ഹൈവേയിൽ കൊണ്ടാക്കാനേ പറഞ്ഞു. ബട്ട് ആരും നിർത്തുന്നില്ല. എല്ലാവരും പറയുന്നുണ്ട് അവിടെ ഇവിടെ അവിടെ ഇവിടെ.
ബട്ട് എല്ലാവരും ലോങ് ആയിട്ട് പോകുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ഭയങ്കര ചൂടാ ഇതിൻ്റെ ഇടയിൽ. മരം കൂടെ ഇല്ല എവിടെയും. ഓക്കെ, ആ ചേട്ടൻ വിളിക്കുന്നുണ്ട്, വന്ന് ഇരിക്കുക. എൻ്റെ പണി തീർന്നവണ്ണെ പോവാൻ. ആ ചേട്ടൻ്റെ പണി തീർന്നവണ്ണെ. സോ ഇവിടെ വരെ ഒരു ചേട്ടൻ ആക്കിയിട്ടുണ്ട്. ചേട്ടൻ കിടന്നിൻ്റെ സാധനം മേടിക്കാൻ പോയതാണ്. സോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. സോ ഇവിടെ ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകണം. വിളിക്കുന്നുണ്ട്. വാ നീ, താങ്ക് യു. ഫാൻ്റെ ഫൈറ്റൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. താങ്ക് യു. അങ്ങനെ ആ ചേട്ടൻ പോയി. ഇനി വരുന്ന വണ്ടിയിൽ ലിഫ്റ്റ് അടിക്കണം. കിട്ടി, അടുത്ത വണ്ടിയിൽ കിട്ടി. वैशाख नहीं, कितना दूर है जाएगा? मैं बैक साइड आएगा, बैक साइड यार, बैग में पीछे रख गया. അവർ പറയുന്നുണ്ട് ഒരു ഗോത്മിയാണ്, ഇതിലുള്ള ആൾക്കാരാണ് ലിഫ്റ്റ് തന്നത്, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി അപ്പൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട്. ആ വണ്ടി ഉറങ്ങിപ്പോയി. ഞാൻ ഇന്നലെ നൈറ്റ് ക്ലിയർ ആയിട്ട് ഉറങ്ങാത്ത കൊണ്ട് വണ്ടി തിരിഞ്ഞ് ഉറങ്ങിപ്പോയി. തമ്പി നീ ഇറങ്ങാനുള്ള സ്ഥലം വന്ന് ഇറങ്ങിക്കോ. സോ ഇനി ആ ഹൈവേയിൽ പോയി ലിഫ്റ്റ് അടിക്കാൻ പോവാം. ആ ഡ്രൈവർ പറഞ്ഞായിരുന്നു എവിടെയോ റെസ്റ്റോറൻറ്റ് എന്തോ കട എന്തോ ഉണ്ട്, പോയി ഫുഡൊക്കെ മേടിച്ച് കഴിക്കുന്ന പറഞ്ഞ്. നോക്കട്ടെ, അവിടെ പോയി കൊണ്ട് റീഫ്രഷ് ആവാൻ പറ്റുമോ നോക്കട്ടെ, ചോദിച്ച് നോക്കണം. കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങാൻ പറ്റുമെന്ന്. സമ്മതിച്ചാൽ ഉറങ്ങണം, വന്നില്ലല്ലോ. ഇല്ലെങ്കിൽ തിരിച്ച് ബസ്സിൽ ലാറിയിലോ ഇല്ലെങ്കിൽ വണ്ടി ലിഫ്റ്റ് അടുത്ത സ്ഥലത്തേക്ക് പോകണം. പഞ്ചാബി ധാബ ആണല്ലോ ഇവിടെയാണുള്ളത്, പഞ്ചാബി ധാബ. ഇവിടുത്തെ വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് തമിഴാണ്. കൃഷ്ണ റിവറോ എന്തോ നോക്കട്ടെ, നോക്കി
റിവറാണ്. ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എൻ്റെ ബാക്കിൽ വരുന്നതാണ് ചേട്ടൻ, വണ്ടി ഓട്ടിക്കൊണ്ടുവന്നത് ചേട്ടൻ. ആൾമോസ്റ്റ് സൺസെറ്റ് ആവാറായി, 4:30 ആയി തോന്നുന്നു. ആ ചേട്ടൻ ടീ മേടിച്ച് തന്നായിരുന്നു. വേണം താങ്ക് യു. ടീയും ബിസ്ക്കറ്റും കഴിക്കുക. അയ്യോ, ഈ ചെയർ ഫുള്ളായിട്ട് പൊടിയായിട്ടാണ് ഇരുന്നത്, നന്ന് നോക്കിയില്ല കയറിയിരുന്ന്. ഇനി കുഴപ്പമില്ല. ഇവിടെ ടീ കോഫിയൊക്കെ ഈ ചെറിയ കപ്പിലാണ് തരുന്നത്. റേറ്റ് എത്രയെന്ന് അറിയില്ല, ചോദിക്കട്ടെ. കാണുന്നത് വിവേകാനന്ദൻ്റെ സ്റ്റാച്യു ആണ്. അങ്ങനെ ഒരു 200 കിലോമീറ്റർ ഒരു ചേട്ടൻ ട്രക്കിൽ ലിഫ്റ്റ് തന്നായിരുന്നു. അത് നമ്മളുടെ തമിഴ്നാട്ടിലുള്ള ചേട്ടനാണ്. മധുരയിലെ ഉള്ള പേര് മറന്നുപോയി. അങ്ങനെ വൈസാഖ് ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് സിറ്റിക്കുள்ளே പോയാൽ മതി. വൈസാഖ് അവിടെ കാണുന്നത് ആ സൈഡ് ലാസ്റ്റിൽ ബീച്ച് കാര്യമൊക്കെ വരും. ഇവിടെ നിന്ന് ലിഫ്റ്റ് കിട്ടുമോ എന്ന് നോക്കണം എന്തെങ്കിലും വണ്ടിയിൽ. ഭയങ്കര ടയർഡാ, വണ്ടിയിലിരുന്ന് ഫുള്ള് ഉറക്കമാ, ഫുള്ളായിട്ട് ഉറങ്ങിപ്പോയി. ഇന്നലത്തെ ടയർഡിൽ കാര്യമൊക്കെ ഇന്നലെ ക്ലിയറായിട്ട് ഉറങ്ങാൻ പറ്റാത്ത കൊണ്ട് വണ്ടിയിൽ ട്രക്ക് കിട്ടിയപ്പോൾ സുഖമായിട്ടിരുന്ന് ഉറങ്ങിപ്പോയി. സോ ഇനി പ്ലാനെന്തിനാ വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ റെസ്റ്റ് എടുക്കാനുള്ള പ്ലാനാണ്. അവിടെ സമ്മതിച്ചില്ലെങ്കിൽ വേറെ എവിടെ എന്തെങ്കിലും ചെയ്യണം, നോക്കട്ടെ. ആദ്യം ഈ സർവീസ് റൂട്ടിൽ ഒരു വണ്ടിയും വരുന്നില്ല. പെട്ടുപോയല്ലേ നാദാ. ഒരു വണ്ടി വരുന്നുണ്ട്, ബട്ട് ആ വണ്ടി 2 ആൾക്കാരുണ്ടല്ലേ. അതാണ് സീന്. ടൈം ഇപ്പോൾ 9 മണിയായി. കടകളൊക്കെ അടയ്ക്കാൻ തുടങ്ങി, ഇവിടുത്തെ കടകളൊക്കെ. ഇവിടെ നൈറ്റ് ടൈം ആയതുകൊണ്ട് ആരും നിർത്തുന്നില്ല. ബൈക്ക്, കാറ് ആരും നിർത്തുന്നില്ല.
കിട്ടിയ പോവുക. എവിടെ നിർത്തുന്നു അവിടെ ഓക്കെ. താങ്ക് യു ബ്രദർ. താങ്ക് യു. തമിഴ്നാട്. യാ. Your name? Naveen. Stephen. Okay. Okay, bye. അതാണ് ഭ്രാന്ത് പിടിക്കുന്നത്. വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് പോർട്ട് വിശാഖപട്ടണം പോർട്ട് വൈസാഖ് പോർട്ട് അടുത്താണ്. ഈ റോഡിൽ കാണുന്ന റോഡിൽ പോയാൽ പെട്ടെന്ന് എത്താം. സോ നാളെ രാവിലെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു ചെറിയ പ്ലാൻ ഉണ്ട്. ബാഗൊക്കെ ക്ലാസ് റൂമിൽ വെച്ചിട്ട് ഇവിടുത്തെ സിറ്റി ഒന്ന് കാണാൻ വേണ്ടി പ്ലാൻ നോക്കാം. മേ ബി പ്ലാൻ ചേഞ്ച് ആവാം. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഡബിൾ ഡക്കർ AC ചെയർ തിരുപ്പതി ടു വിശാഖപട്ടണം. ഫുൾ AC കോച്ചാണ്. ഡബിൾ ഡക്കർ സിറ്റിംഗ് ആണ്. സ്ലീപ്പർ ഉണ്ടെന്ന് അറിയത്തില്ല, നോക്കട്ടെ. കൊള്ളാമല്ലോ ഈ പരിപാടി. ഇല്ല, സ്ലീപ്പറില്ല, ഫുൾ സീറ്റിംഗ് ആണ്. ചെറിയ ട്രെയിനാണ്. അങ്ങനെ എന്താ ഡിന്നർ കഴിക്കാൻ പോവുക. ബ്രെഡും ഇച്ചിരി ന്യൂട്ടെല്ലായും. ഇതൊക്കെ മുമ്പ് കുറച്ച് കഴിച്ചായിരുന്നു. ബ്രെഡും ചീസൊക്കെ വെച്ച് ബ്രെഡ് ഉണ്ടാക്കി കഴിച്ചായിരുന്നു. പിന്നെ ബ്രെഡും സെയിം എൻ്റെ കയ്യിൽ വേറെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, പീനട്ട് ബട്ടർ ചോക്കോ ക്രഞ്ച്. അത് വെച്ച് കഴിച്ചായിരുന്നു. ഒരു 4 പീസ് മൊത്തം കഴിച്ചായിരുന്നു. ഇതും കഴിച്ചിട്ട് എവിടെയെങ്കിലും കിടന്നുകൊണ്ട് ഉറങ്ങണം.